സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി എന്ന സ്ഥലത്ത് ആയക്കാടാണ് ഞാനിപ്പോൾ ഉള്ളത്. ആയക്കാട് അമ്പലം കഴിഞ്ഞ് ഒരു 100-150 മീറ്റർ ഉള്ളിൽ തള്ളിയിട്ടൊരു ഗണപതി ക്ഷേത്രമുണ്ട്. ഗണപതി ക്ഷേത്രത്തിലെ 1-2 കുളങ്ങൾ വളരെ മോശമായ കണ്ടീഷനിൽ കിടക്കുകയാണ്. ആ കുളവും അവിടുത്തെ പരിസരവാസികളും, ഇവിടെ ഒരുപാട് ബ്രാഹ്മൺസും മറ്റുള്ളവരും ഒക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഗണപതി അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തൊരു ആലുണ്ട്. ആലിൻ്റെ ഫ്രണ്ടിൽ ഗണപതി ഒരു വിഗ്രഹമുണ്ട്. അവിടെ എണ്ണയോ തിരിയോ ഒന്നുമില്ല. അപ്പോൾ ഈ ഗണപതി ക്ഷേത്രത്തിൽ വല്ല വർഷത്തിലൊരു വിശേഷം വന്നാൽ മാത്രമേ അവിടെ തിരിയും വിളക്കുമൊക്കെ ഉള്ളൂ. തൊട്ട് ഫ്രണ്ടിൽ ഒരു കുളമുണ്ട്. ആ കുളം വളരെ മോശമായി. എപ്പോഴെങ്കിലും ഒരു പഞ്ചായത്ത് പണിക്കാർ പെണ്ണുങ്ങൾ വന്നു, ലേഡീസ് വന്നു, അവരുടെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി പോകുന്നതല്ലാണ്ട് കുളം പൂർണ്ണമായിട്ടും വൃത്തിയാക്കുന്നില്ല. അപ്പോൾ ഈ കുളം വളരെ മോശമാണ്. അപ്പോൾ ആ കുളവും അവിടുത്തെ മറ്റു വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ സുഹൃത്തുക്കളുടെ മുമ്പിലേക്ക് വരുന്നത്. ഓക്കെ, അതിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ക്ഷേത്രമാണ്. ഗണപതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൊരു കുളമുണ്ട്. ഈ കുളം അത്യാവശ്യം എല്ലാവരും കുളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന കുളമാണ്. ഇപ്പോൾ ഇതാ കാട് കയറി. ഇതൊരു വ്യക്തിയുടെയാണ് ഈ കുളം എന്ന് പറയുന്നത്. എങ്കിലും അമ്പലത്തിൻ്റെ കുളമല്ല, അമ്പലത്തിൻ്റെ കുളം കുറച്ചപ്പുറമാണ്. കണ്ടില്ലേ, കംപ്ലീറ്റ് കാട് കയറി. ഇതൊക്കെ ഇങ്ങനെ കിടന്നാൽ തന്നെയും കൊതുകും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ കാടൊക്കെ കയറി കിടന്ന് ആരെങ്കിലും ഒന്ന് കൈ വൈദ്യുതി വീഴുവോ എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. നല്ല താഴെയുള്ള കുളമാണ്. ഇതൊക്കെ കണ്ടില്ലേ, നല്ല അന്തരീക്ഷമായ ഒരു വലിയ ഇതാണ് ഈ കുളം. ഇതൊക്കെ നല്ല വൃത്തിയായി കഴിഞ്ഞാൽ അന്തരീക്ഷം എന്ത് നല്ല സുഖസുന്ദരമായിരിക്കും എന്ന് പറയാം. അത്ര വൃത്തിഹീനമായി കിടക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഗണപതി ക്ഷേത്രത്തിനടുത്തേക്കാണ് പോകുന്നത്. (2008) ഈ സ്ലാപ്പൊക്കെ കെട്ടി കംപ്ലീറ്റ് വൃത്തിയാക്കിയെന്ന് തോന്നുന്നു. 2008 ഇതൊക്കെ നല്ല വൃത്തിയായി കിടന്നതാണെന്ന് തോന്നുന്നു. 2008 മുതൽ ഇവിടെ വളരെ ഇതായിട്ട് കെട്ടിയതാണ്. ഇപ്പം വളരെ ദയനീയാവസ്ഥയാണ്. കംപ്ലീറ്റ് കാടും കയറി ആകെ പ്രശ്നമായിട്ടാണ് കിടക്കുന്നത്. ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ്. കണ്ടില്ലേ, അമ്പലം കണ്ടില്ലേ, ഗണപതി ക്ഷേത്രമാണത്. ആ ഗണപതി ക്ഷേത്രത്തിൻ്റെ ഈ പരിസരമാണ് ഈ കിടക്കുന്നത് ഇങ്ങനെ. ഇതൊന്നും അല്ല വിഷയം. ഭയങ്കര ദയനീയാവസ്ഥയും പ്രശ്നമുള്ള ഒരു ഏരിയയിലേക്കാണ് ഞാൻ പോകുന്നത്. ഒരു അമ്പലത്തിൻ്റെ ആലും അവിടെ ഒരു കുളവും. ആ കുളവുമാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ആ കുളത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് ഒരു ഗണപതി വിഗ്രഹം. ഗണപതി വിഗ്രഹം എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ ഒരു വിളക്കോ തിരിയോ ഒന്നും കത്തിക്കുന്നില്ല. തൊട്ടപ്പുറത്ത് ഞാൻ കാണിച്ചതാണ് ഗണപതി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ഒരു ആലും തറയുമാണിത്. വിഘ്നേശ്വരനെ എപ്പോഴും തൃപ്തിപ്പെടുത്തണം എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. വിഘ്നേശ്വരൻ്റെ അടുത്ത് ഒരു വിളക്കോ തിരിയോ ഒന്നുമില്ല. അവിടെ വർഷത്തിലൊരിക്കൽ ഭട്ടന്മാരും മറ്റുള്ളവരും വന്ന് അവിടെ ആഘോഷം എന്തെങ്കിലും വിശേഷം വന്നാൽ മാത്രമേ ഇവിടെ ഒന്ന് പെയിൻറ് ചെയ്ത് ഇവിടെ ഒരു തിരിയും കത്തിക്കുള്ളൂ. പക്ഷെ ഇതിനുപരി എത്രയോ ഭക്തര്, എത്രയോ ബ്രാഹ്മണരും മറ്റുള്ളവരും എല്ലാവരും, എല്ലാ ജാതി മതക്കാരും ആയിക്കോട്ടെ, അവർ വന്ന് കുളിച്ച് തൊഴുതു പോയ ഒരു കുളമാണ് ഇതാ കിടക്കുന്നത്. എന്ത് മോശമായ അവസ്ഥ എന്നറിയാം. പഞ്ചായത്ത് ഒരുപാട് കുളം നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്, കുളം തോണ്ടിയും കൊടുക്കുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള കുളങ്ങൾ വൃത്തിയാക്കിയാൽ എന്താ സംഭവിക്കാന്നറിയാം? നല്ല വേനൽക്കാലം വരുമ്പം ഇവിടുത്തെ മനുഷ്യർക്ക് അല്ലെങ്കിൽ കുളിക്കാനും അവർക്ക് തുണി അലക്കാനും ഒരു ക്ഷാമവും വരത്തില്ല. ഇതൊക്കെ വൃത്തിയാക്കി കൊടുത്ത് നദിയും കുളമൊക്കെ സംരക്ഷിക്കണമെന്നാണ് കേരളത്തിൽ പറയുന്നത്. പക്ഷെ കിടക്കുന്ന കിടപ്പ് കണ്ടോ? യാതെ മറിച്ച് തമിഴന്മാർ ഇവിടെ കൊയ്ത്തിന് വന്നാൽ കാല് വൈദ്യുതി വീണാൽ 10-18 അടി താഴ്ചയുണ്ടെന്നാണ് പറയുന്നത്. കുളം വീണ് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? എപ്പോഴും എന്ത് സംഭവിക്കാം? അത്ര മോശമായ കുളമാണ് ഇതാ ഇവിടെ കിടക്കുന്നത്. നോക്കെ, വെള്ളമുണ്ട്,
അത്യാവശ്യം പായലും എല്ലാം പഴന്നിട്ട് കാര്യമില്ല. അത്യാവശ്യം ഈ പഞ്ചായത്ത് പണിക്കാരെ കൊണ്ട് കുളം വൃത്തിയാക്കിക്കുമെന്ന് പറയും. പക്ഷെ പഞ്ചായത്ത് പണിക്കാർ പെണ്ണുങ്ങളല്ലേ, അവർ എത്ര ചെയ്യാനാ? ഈ സൈഡിലെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് അവർ പോകും. വീണ്ടും മഴ പെയ്യുമ്പോൾ ചെളിയെല്ലാം ഇങ്ങോട്ട് ഇറങ്ങും. ഈ 4 സൈഡ് കെട്ടി ഇത് ജനങ്ങൾക്കൊരു സംരക്ഷണമാക്കി മാറ്റണം, ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കണം. അതാണ് നമ്മുടെ ആവശ്യം, ആരുടെയും ഒന്നുമല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിനെ സംരക്ഷിക്കണം. എത്രയോ നല്ല ഇതാണ്. ഇവിടെ നിന്ന് വന്ന് കുളിച്ചത് എത്രയോ പേര് കുളിച്ചു പോയ സ്ഥലമാണ്, കാണുന്നില്ലേ? സ്റ്റെപ്പുകളും ഒക്കെ അവിടെ നോക്കെ. ഇവിടെ നിന്നൊക്കെ കുളിച്ച് തൊഴുത് ഈ ഗണപതി ഭഗവാന്റെ മുമ്പിൽ പോകുന്ന സ്ഥലമാണിത്. നോക്കെ, ഇട്ടകളൊക്കെ കണ്ട പേടിയാവുകയാണ്. ഇവിടെ കിടക്കുന്നത് മൊത്തം മറ്റു കുപ്പികളും കാര്യങ്ങളും ഒക്കെയാണ്. ഇതൊക്കെ വളരെ നല്ല ഒരു സ്ഥലമാണിത്. ഇവിടെയൊക്കെ വന്നൊരു 5 മിനിറ്റ് ഇരുന്നാൽ നമ്മൾ ഉറങ്ങിപ്പോവും. അങ്ങനത്തെ അന്തരീക്ഷമുള്ള ഒരു സ്ഥലം. പാടവും കുളവും തിരിച്ചറിയാൻ വയ്യ, അത്ര മോശപ്പെട്ട് കിടക്കുകയാണ്. വളരെ മോശമാണ്. ഇപ്പോണ്ടിരിക്കുകയാണ്. എത്ര പേര് ഇവിടെ നിന്ന് കുളിച്ച് തൊഴുതു പോകുന്നത്. ഇതൊക്കെ സംരക്ഷിക്കേണ്ടതാണ്. അതൊക്കെ ഈ ഭഗവാന്റെ മുമ്പിൽ ഈ കുളത്തിന്റെ ഒരു അവസ്ഥ കിടക്കുന്ന കണ്ടോ? ഭയങ്കര മോശമായ ഒരു അവസ്ഥയാണ്. ഇപ്പൊ പാടത്തുനിന്ന് കൊയ്യാനോ ഒക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെ നടന്നാൽ ചിലപ്പോൾ വീണ് പോകും, എന്തെങ്കിലും സംഭവിക്കും. ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ ഇത് കാണുന്ന ഒരു മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇങ്ങനത്തെ കുളങ്ങൾ നമ്മുടെ ലോകത്ത്, നമ്മുടെ കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും ശരി, എവിടെ തന്നെ ആയിക്കോട്ടെ, ഇതൊക്കെ പഞ്ചായത്തും മേലധികാരികളും മറ്റുള്ളവരും ഇതൊക്കെ സംരക്ഷിക്കണം, ഇതിനെയൊക്കെ നിലനിർത്തണം. നിർത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ആ പഞ്ചായത്തിന്, ആ മേഖലകൾക്ക് ഒരു വലിയൊരു ഉണർവുണ്ടാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയും മോശപ്പെട്ട എത്രയോ ഭക്തർ വിളിച്ചൊരു സ്ഥലമാണ്. ഭഗവാൻ എണ്ണയും തിരിയൊന്നുമില്ലാണ്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ പ്രേക്ഷകരെ മാക്സിമം ഈ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത്തരത്തിലുള്ള ഈ കുളം, ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ നമ്മൾ പുറലോകത്തേക്ക് എത്തിക്കണം. പഞ്ചായത്തുകാരും അധികൃതരും ഇത് കണ്ട് ഇതിനൊരു മേൽ നടപടിയെടുത്ത് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, നല്ല വേനൽക്കാലമായ നമ്മൾ ഒരു തുള്ളി വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന കേരളമാണ്. ചില സമയങ്ങളിൽ വെള്ളത്തിനൊരു ക്ഷാമമില്ലാത്ത കേരളമാണ്. പക്ഷെ ചില സമയങ്ങളിൽ വെള്ളമില്ലാണ്ട് ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. കുറച്ച് തുണി അലക്കാനും കുളിക്കാനും നമുക്കൊന്ന് സമാധാനമായി ഇരിക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇതൊക്കെ സംരക്ഷിക്കണം നമ്മളെ പഞ്ചായത്തും നമ്മൾ അധികൃതം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിർത്തുന്നു. അടുത്ത വീഡിയോസുമായി ഉടൻ വരും. ക്യാമറമാൻ സുമാറിനൊപ്പം മഹേഷ് വടക്കഞ്ചേരി.